ബി.ജെ.പിയെയും കൊള്ളയടിച്ചു, മോദിജിയെയും കൊള്ളയടിച്ചു. അയോധ്യ കൊള്ളയ്ക്ക് ശേഷം, ബദരിനാഥ് കൊള്ളയ്ക്ക് ശേഷം, ബാഗൽമുഖി കൊള്ളയ്ക്ക് ശേഷം കേരള ബി.ജെ.പിയിലും കൊള്ളയടി. വിശദാംശങ്ങൾ നോക്കാം. ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യേണ്ടത് വിചാരിച്ചാണ്. ബി.ജെ.പിയിൽ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരെ എന്താ പറയുക, അവർക്കൊരു വിഷമവും തോന്നണ്ട. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിട്ട് അങ്ങനെ ആക്രമിക്കാറില്ല, പോളിസീസേ ചെയ്യാറുള്ളൂ. പക്ഷെ നിരന്തരം വാർത്തകൾ വരികയും മോദിജിയുടെ കട്ടൗട്ട് അടിക്കാൻ പോലും കമ്മീഷൻ അടിച്ചു എന്ന വാർത്ത വരികയുണ്ടായി. അതും ഏഷ്യാനെറ്റിൽ. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിന്റെ ആ ധൈര്യം സമ്മതിക്കണം. അതായത് അവരുടെ ഹെഡായ ആൾക്ക് പോലും കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു കൊള്ളയും നടന്നിട്ടില്ലെന്നാണ്. അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വളരെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ആണ്, ലീഡ് ചെയ്യുന്നത്. എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാലും ഏഷ്യാനെറ്റ് ആണ്. നമുക്കപ്പോ ഏഷ്യാനെറ്റിലെയും മാതൃഭൂമിയിലെയും ഉണ്ടാക്കിയ നാണക്കേട് ബി.ജെ.പിക്ക് ഇനിയും തീർന്നിട്ടില്ല. അപ്പോഴാണ് അടിച്ച കൊടിയിലും കൈപ്പിച്ച തോരണങ്ങളിലും വരെ ചില നേതാക്കൾ കമ്മീഷൻ അടിച്ചെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ചെറിയ ധൈര്യമല്ല. മേലിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഫോട്ടോ വെച്ച് അദ്ദേഹം പറഞ്ഞ നിലപാട്, അദ്ദേഹം ഒരു ഫേസ് സേവർ ആയിട്ടൊരു നിലപാട് പറഞ്ഞാണ്. അദ്ദേഹം ആളുമാന്യനാണ്, NSLA സുവർണാർ സാർ പറഞ്ഞതുപോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ മേളി വെച്ച് ഏഷ്യാനെറ്റ് അത് ചെയ്യാൻ കഴിയുന്നത് ചെറിയ ധൈര്യമൊന്നുമല്ല. ഞാൻ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനെയും ഈ പത്രപ്രവർത്തനയെ അഭിനന്ദിക്കുന്നു. അതൊരു വലിയ കറേജാണ്. ഓരോ തെരഞ്ഞെടുപ്പും ഈ നേതാക്കൾക്ക് കൈയിട്ട് വരാനുള്ള അവസരമാണോ, സ്വന്തം വായ്പ അടച്ചു തീർക്കാനും പുതിയ വണ്ടി വാങ്ങാനുമുള്ള സീസണാണോ? ഈ തട്ടിപ്പുകാരെ മുളയിലേ നുള്ളാൻ പുതിയ നേതൃത്വത്തിന് പോലും കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ചെറിയ കാര്യമല്ല. തങ്ങളുടെ മുതലാളി എപ്പോഴെങ്കിലും കാണാനുള്ള ആളല്ലേ, ഏഷ്യാനെറ്റ് ഓണർ അല്ലേ, എഡിറ്റോറിയൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഏഷ്യാനെറ്റ് ഓണർ അല്ലേ, അങ്ങനെ പറയാൻ കഴിയുന്നത്. അതാണ് ഏഷ്യാനെറ്റ് എന്നൊരു മാധ്യമം കേരളത്തിൽ മാതൃകയാവുന്നത്. വലിയൊരു കാര്യമാണ്, അത് ചെറിയൊരു കാര്യമല്ല, ഒരു ബിഗ് സല്യൂട്ട് ആണത്. മോദിയുടെ കട്ടൗട്ട് അടിച്ചതിൽ പോലും കമ്മീഷൻ അടിക്കുന്ന ഈ നേതാക്കളൊക്കെ ഓരോരോ ആവശ്യത്തിന് വരുന്ന സാധാരണക്കാരനെ ഒക്കെ എത്രത്തോളം മുടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ പാർട്ടിയെ, പ്രസ്ഥാനത്തെ അമ്മയെന്നൊക്കെ വാഴ്ത്തുന്ന നേതാക്കളുള്ള സംവിധാനമാണ് ഈ ബി.ജെ.പി. അപ്പോൾ അയോധ്യ മുതൽ ഇങ്ങ് തമ്പാനൂർ വരെ കള്ളനാണയങ്ങളുടെയും ഇരുട്ട് സംഘങ്ങളുടെയും പദസഞ്ചലനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരം കേട്ടോ, ഭയങ്കരം. അവിടെയാണ് ഏഷ്യാനെറ്റിനെ കൂപ്പുകൈ ചെയ്യുന്നത്. അത് വല്ലാത്തൊരു എഡിറ്റോറിയൽ ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങളെക്കുറിച്ച് അഭിമാനമാണ്. അതൊരു വല്ലാത്ത, എന്താ പറയുക, അത് പറയാൻ കഴിയുന്നതേ ഒരു വല്ലാത്ത ആത്മധൈര്യമാണ്. നോക്കാം, മാതൃഭൂമിയുടെ വാർത്തയും കൂടെ കേട്ട് നോക്കാം. മാതൃഭൂമി ഇത്രയും ഘടിപ്പിച്ചിട്ടില്ല. നന്നായിട്ട് പറയും. ഇദ്ദേഹം ആദ്യം തൊട്ടേ ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പോസ് ചെയ്യുന്നതിൽ മുന്നിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയ്ക്കായി എത്തിയപ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കട്ടൗട്ടിനെ കുറിച്ച്, ഈ കട്ടൗട്ട് വാങ്ങിയതിന്റെ പേരിൽ എങ്ങനെ അഴിമതി നടന്നുവെന്ന് ഈ ശബ്ദരേഖ കേട്ടാൽ മനസ്സിലാകും. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. പിന്നെ മറ്റത് എന്നാലും വിതറിയണം ഡൈക്കട്ട്, അതിൽ പാതി നമുക്ക് പാതി ഇറക്കും, 8 ഇറക്കും 8 നമുക്ക് 8000 പീസ് മറ്റേ ഡൈ കട്ടടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ, 8000 പീസ്, അത് 10 രൂപ 8 നമുക്ക് 8 ഇറക്കും. ആ രീതിയിൽ ചെയ്യണേ. മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡിയായിക്കോണേ, അത് അടിക്കണമെങ്കിൽ എപ്പോഴും ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയിൽ നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. കമ്മീഷൻ മാത്രമല്ല, ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിലും പണം അടിച്ചു മാറ്റിയെന്ന ഈ ശബ്ദരേഖയും ബില്ലും വ്യക്തമാക്കുന്നു. എല്ലാം തെളിവായി അന്വേഷിക്കുന്ന അച്ചടക്ക സമിതിയുടെ മുന്നിലും. ഈ നേതാവിനെ കുറിച്ച് BL സന്തോഷിന് ലഭിച്ച പരാതിയിൽ പറയുന്നുണ്ട്. കട്ടൗട്ട് പ്രിന്റിംഗ് ഇടപാടിൽ 2 പബ്ലിസിറ്റി ഇൻചാർജുമാർ 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റിയ കാര്യം. ശബ്ദരേഖയിൽ നേതാവ് അടിച്ചു മാറ്റാനായി ഒപ്പിച്ചെടുത്ത 8 ലക്ഷം രൂപയുടെ ബില്ലുമുണ്ട്. ഒരു കട്ടൗട്ട് 175 രൂപ വീതം 6000 കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ചുമതലപ്പെട്ട ബി.ജെ.പി നേതാക്കളെ കട്ടൗട്ട് പ്രവർത്തികളെ ഏൽപ്പിച്ച സ്ഥാപനം അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കട്ടൗട്ടിന് 310 രൂപ, 285 രൂപ, 265 രൂപ എന്നീ നിരക്കിട്ട് 3 കമ്പനികളുടെ പേരിൽ ചുമതലപ്പെട്ടവർ കൊട്ടേഷൻ വാങ്ങി. ഇതിൽ കുറഞ്ഞ നിരക്കായ 265 രൂപ നിർദ്ദേശിച്ച സ്ഥാപനത്തിനാണ് പ്രവൃത്തി നൽകിയത്. ഈ സ്ഥാപനമാണ് 175 രൂപയ്ക്ക് കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ആദ്യം നിർദ്ദേശിച്ചത്. അതായത് ബി.ജെ.പിയുടെ വേലി തന്നെ വിളവ് തിന്നുകയായിരുന്നു. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നവർ അഴിമതി കാട്ടിയെന്ന് മാത്രമല്ല, അഴിമതി പണം കൂടുതൽ കിട്ടാൻ ആക്രാന്തവും കാട്ടി. അപ്പോ ഇനി ചില വണ്ടികൾ ഒരു ദിവസം 27 മണിക്കൂർ ഓടി എന്നൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 1-2 വനിതാ നേതാക്കൾക്കെതിരെയും കൂടി ആരോപണമുണ്ട്, അത് പറയുന്നില്ല, പോട്ടെ. പക്ഷെ എന്തായാലും ഏത് പാർട്ടി ആണെങ്കിലും, ബി.ജെ.പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, കൈയിട്ട് വാരൽ എന്നുള്ളൊരു പരിപാടി ശരിയല്ല, അത് തെറ്റാണ്. ബി.ജെ.പി നേതൃത്വം അത് എത്രയും കണ്ടുപിടിച്ച് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ പാർട്ടി അവരുടെ പണമാണ്, പക്ഷേ സാധാരണ പാർട്ടിയിലെ ജനങ്ങൾ കൊടുക്കുന്ന പണമാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ കൊള്ള പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.